നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അറസ്റ്റ് മലയാള സിനിമാ ലോകത്തെയും കേരളത്തെ ഒന്നാകെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു. അതുവരെയും ദിലീപിന് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചവരെ പോലും ആ അറസ്റ്റ് ഇളക്കിമറിച്ചു. കേസിന്റെ തുടക്കം മുതൽ ദിലീപ് നിരപരാധിയാണെന്ന് ന്യായീകരിക്കുകയാണ് രാഹുൽ ഈശ്വറിനെയും സജി നന്ദ്യാട്ടിനെയും പോലുള്ളവർ. ദിലീപ് ജയിലിലായപ്പോൾ താനും തറയിൽ കിടന്നാണ് ഉറങ്ങിയിരുന്നതെന്ന് നടൻ ധർമ്മജൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അന്നേ ദിവസം താനും ഉറങ്ങിയിട്ടില്ലെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് സജി നന്ദ്യാട്ട്. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ. ദിലീപിന്റെ കേസിൽ കോടതിയിൽ നിന്നും വലിയ താമസമില്ലാതെ വിധി വരും. 2000-ഓളം തെളിവുകൾ, 261 സാക്ഷികളൊക്കെ ഉണ്ട്. ഒരാളെ ശിക്ഷിക്കാൻ ഒരു തെളിവ് മതി. സാമാന്യ ബുദ്ധിയുള്ളവർക്കറിയാം ഒരാളെ ശിക്ഷിക്കാൻ ഒരു ശിക്ഷ മതിയെന്ന്. ഈ കേസിൽ ഇത്രയും സാക്ഷികളും ഇത്രയും ശാസ്ത്രീയ തെളിവുകളുമുണ്ട്. അതിൽ തന്നെ ഒരു ദുരൂഹത മണക്കുന്നുമുണ്ട്. തന്റെ വിശ്വാസം ദിലീപ് ഈ കേസിൽ 101% നിരപരാധി ആണ് എന്നാണ്. അന്ന് ഞാൻ ചാനലിൽ വരും, ചില കാര്യങ്ങൾ പറയും, ഉഗ്രൻ സാധനങ്ങളാണ്. ഇത്രയും നാൾ ചില കാര്യങ്ങൾ പൊതുമാധ്യമത്തിൽ പറയാൻ ചില പരിമിതികൾ ഉണ്ടായിരുന്നു. കോടതിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ പരിമിതികളുണ്ട്. മാത്രമല്ല, സ്ത്രീകൾക്കെതിരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ കുരുങ്ങും. വിധി വരുന്ന അന്ന് പറയും എന്തുകൊണ്ടാണ് ദിലീപ് ഈ കേസിൽ ഇങ്ങനെ അകപ്പെട്ടു എന്നത്. എറണാകുളത്ത് വെച്ച് നിർമ്മാതാക്കളും വിതരണക്കാരും ഒക്കെയുള്ള യോഗത്തിൽ വെച്ചാണ് യഥാർത്ഥ സംഭവം എന്താണെന്ന് മനസ്സിലായത്. അന്ന് ഈ സംഭവം കത്തി നിൽക്കുകയായിരുന്നു. യോഗം ചേർന്ന ഹാളിനു മുമ്പിൽ മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട്. താൻ പുറത്തേക്ക് ചെന്ന് പൊട്ടിത്തെറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വൈകിട്ട് താൻ ചാനലുകളിൽ ചർച്ചയ്ക്കും ഇരുന്നു. അതിനുശേഷം ഒരു യാത്ര ആയിരുന്നു. ദിവസം 8 മണിക്കൂറൊക്കെ ആയിരുന്നു ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. എറണാകുളത്ത് വെച്ച് നിർമ്മാതാക്കളും വിതരണക്കാരും ഒക്കെയുള്ള യോഗത്തിൽ വെച്ചാണ് യഥാർത്ഥ സംഭവം എന്തെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ദിലീപ് അറസ്റ്റിലായ ദിവസം തനിക്ക് ഉറക്കം വന്നിട്ടില്ല. കാരണം അതുവരെ ഈ വിഷയത്തിൽ തനിക്കൊപ്പം നിൽക്കണോ വേണ്ടയോ എന്ന് സംശയിച്ച് നിന്ന വീട്ടുകാർ അന്ന് തന്നെ തള്ളി പറഞ്ഞു. തന്റെ 2 ആൺമക്കൾ ഒരാഴ്ച കോളേജിൽ പോയില്ല. കാരണം സജി നന്ദ്യാട്ടിന്റെ മക്കളല്ലേ എന്ന ചോദ്യം വന്നു. അന്ന് വൈകിട്ട് ചാനലുകൾ മൊത്തം തന്നെ വാരി അലക്കുകയായിരുന്നു. അലുമിനിയ കലത്തിന്റെ മേലെ പാണ്ടിലോറി കയറിയ അവസ്ഥയായിരുന്നു തന്റേത്. തന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നം അല്ലാതിരുന്നിട്ടും കൂടി അത് തന്നിലേക്ക് ആവാഹിച്ചു വന്നു. അന്ന് തനിക്ക് ഉറക്കം വന്നില്ല. ദിലീപിന് പോലും അത്ര പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട രാത്രി ഭയങ്കരമായിരുന്നു. പക്ഷേ ഇക്കാര്യം ദിലീപിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് കാണാറുണ്ട്, അടുത്ത് നിൽക്കാറുണ്ട്. പക്ഷെ ഇതുവരെ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയേണ്ട കാര്യവുമില്ല. പറയുന്നത് എന്തെങ്കിലും കിട്ടാനായിരിക്കണം. അതിന്റെ ആവശ്യം എനിക്കില്ല. അദ്ദേഹം മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ. ആരിൽ നിന്നും നമുക്ക് നന്ദിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ദിലീപിന്റെ ഹോട്ടലുകൾ അടിച്ചു പൊളിച്ചത് പോലെ തന്റെ കോളേജിന്റെ പരസ്യ ബോർഡുകൾ നശിപ്പിച്ചു കളഞ്ഞു. ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. ആരുടെ സഹതാപവും ആവശ്യവുമില്ല. നമ്മുടെ ജീവിതം ചെറുതാണ്. അതിൽ ഒന്ന് അടയാളപ്പെടുത്തി പോകുക എന്നതാണ്, സത്യം പറയുക എന്നതാണ്, സജി നന്ദ്യാട്ട് പറഞ്ഞു.